My dear students, welcome back to Social Science class. Today we are discuss unit number 4, India towards a new era. യൂണിറ്റ് നമ്പർ 4, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ആ ഒരു യൂണിറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. The modern generation has no direct experience of the evil customs and superstition prevailed in Kerala society. The life of the people of the past is a fiction to the present generations. Only by knowing the evil customs prevailed in the society and how they were discarded, we can hold back to the society. അപ്പോൾ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ആധുനിക തലമുറയ്ക്ക്, അതായത് പുതിയ തലമുറയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ചോ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചോ നേരിട്ട് ഒരു അനുഭവവും ഇല്ല. അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകൾ എന്തെല്ലാമായിരുന്നുവെന്നും അവ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്നും അറിയുന്നതിലൂടെ പുതിയ തലമുറയ്ക്ക് ഇത്തരമൊരു ജീർണ അവസ്ഥയിലേക്ക് പോകാതെ നമ്മുടെ സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വാഴ്ചയിൽ നിന്നും നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് നമ്മുടെ പഴയ തലമുറ നടത്തിയ ധീരവും ത്യാഗോജ്ജലവുമായ പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നതിന് ബൗദ്ധിക സാംസ്കാരിക ഘടകങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് വ്യക്തികളും പ്രസ്ഥാനങ്ങളും നൽകിയ സംഭാവനകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ത്യ ടുവേഴ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നുള്ള ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് 4ാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ പാഠഭാഗം നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നോക്കി, അതിലെ ചിത്രമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ സാമൂഹ്യ പ്രവർത്തകർ, അല്ലേ, നവോത്ഥാന പ്രവർത്തകരുടെ ചിത്രവും ഭാരതത്തിൻ്റെ മാപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ യൂണിറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ. ഒരു ചിത കത്തുന്നു, ആ ചിതയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു, 4 ചുറ്റും ആൾക്കാർ നിൽക്കുന്നു. അവർ ചിത കത്തിക്കുന്ന രംഗമുണ്ട്. കുറേ ആൾക്കാർ, അതായത് ജന്മിമാർ, ബ്രാഹ്മണർ, അല്ലേ, അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ സംഭവം എന്നൊന്ന് ടെസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. It was AD 1612 and 16, a day in Surat. A Baniya man was dead. The body is being carried away for cremation to the burial ground. Hundreds of people accompany the funeral procession. Wife of the deceased is accompanied by relatives and maids. She has put on new clothes and ornaments as if she is about to enter the burial chamber. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. She is going to accompany her husband to the other world. That was the brief. Firewood is placed around her. Ghee, oil, and perfumes are showered over her, and the pyre is it. She was not more than 10 years old and had not even lived with her husband. Still, she as a wife was burned alive in the pyre. Source: William Foster, ZIE, Early Travels in India, 1583 and 1690. 1583 1619 ഇടയിൽ ഇന്ത്യ സന്ദർശിച്ച വില്യം ഫോസ്റ്റർ എന്ന സഞ്ചാരിയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ആദ്യ ഭാഗം നമുക്ക് വായനാക്കുറിപ്പായി തന്നിരിക്കുന്നത്. അപ്പം 1600 1612 16 കാലഘട്ടം. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സൂററ്റ്, അതായത് ഗുജറാത്തിലെ സൂററ്റിലെ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ബനിയ എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിക്കുകയും അദ്ദേഹത്തെ ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് 100 കണക്കിന് ആൾക്കാർ
അതിൻ്റെ പുറകെ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ട വ്യത്യസ്തമായൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളിൻ്റെ ഭാര്യ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് ആ സംഘത്തിനോടൊപ്പം ആ മൃതദേഹത്തെ അനുഗമിക്കുന്നു. അവർ പോകുന്ന കാഴ്ച ഒരു വിവാഹ മണ്ഡപത്തിൽ എങ്ങനെയാണ് വധു പോകുന്നത് അതുപോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോവുകയാണ്. ആ ശവശരീരം ചിതയിൽ വയ്ച്ചു. 3 വട്ടം വലം വച്ച് ഈ വധു ആ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് അവൾ തൻ്റെ ഭർത്താവിൻ്റെ ശിരസ് അവളുടെ മടിയിലേക്ക് എടുത്തു വച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്. അതാണ് അവരുടെ വിശ്വാസം. ഉണങ്ങിയ വിറകുകൊള്ളികളും അതുപോലെ നെയ്യും എണ്ണയും അവൾക്ക് ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്ക് മേൽ വർഷിച്ചു. ആ ചിതയ്ക്ക് അവിടെ കൂടി നിന്നവർ തീ കൊളുത്തി. ഏകദേശം 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ തൻ്റെ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ, ആ വൃദ്ധൻ്റെ ഭാര്യ എന്ന നിലയിൽ അവൾ എന്ത് ചെയ്തു? അവൾ ആ ചിതയിൽ എരിഞ്ഞൊടുങ്ങി. ഈ കാഴ്ചയാണ് നമ്മുടെ വില്യം ഫോസ്റ്റർ തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വായനാക്കുറിപ്പ് വായിച്ചപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത്? അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരുപാട് സാമൂഹ്യ അനാചാരങ്ങൾ നിലനിന്നിരുന്നു എന്നും ആ നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് ഈ വായനാക്കുറിപ്പിൽ നിന്ന് ഏകദേശം ഒരു ധാരണയുണ്ടായി. നെക്സ്റ്റ് പേജ്. This is a description on sati and evil practice that prevailed in India. Several such social evils and practices prevailed in India. Can you name some of them? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരുന്നത് എന്താണ്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന അനാചാരത്തെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അവ ഏതെല്ലാമായിരുന്നു? ലിസ്റ്റ് നോക്കിയേ. ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാൻസൈഡ്, സ്ലേവറി അല്ലേ, പിന്നെ പോളിഗാമി, അൺടച്ചബിലിറ്റി, കാസ്റ്റ് സിസ്റ്റം, അങ്ങനെ ധാരാളം അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു അല്ലേ. ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, ഹ്യൂമൻ സാക്രിഫൈസ് നരബലി, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് പെൺ ശിശുഹത്യ, സ്ലേവറി അടിമത്തം, അതുപോലെ പോളിഗാമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം, അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ, കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ. അങ്ങനെ സെവറൽ റിഫോം മൂവ്മെൻറ്റ്സ് കെയിം അപ്പ് ഇൻ ദി 19th century to fight against these evil practices. Social consciousness that developed due to English education and rational thinking led to these reform movements. They protest against the evil customs and superstition, freedom of women, spread of education, and a sense of pride in Indian culture were the common features of these movements. Let us familiarize with the important reform movements and the leaders who initiated them. അപ്പം 19ാം നൂറ്റാണ്ടോടുകൂടി ഇത്തരം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഈ അനാചാരങ്ങൾ ആപത്താണ്, അനാവശ്യമാണ് എന്ന് കരുതി ധാരാളം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവരും നല്ല യുക്തിചിന്തയുള്ളവരും സാമൂഹ്യ ബോധമുള്ള ആൾക്കാരെല്ലാം ഇതിന് പ്രേരകമായി. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പും അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യ വ്യാപനം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നീ ഘടകങ്ങൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വഴിതെളിയിച്ചു. സാമൂഹിക ഉന്നമനത്തിനു വേണ്ടിയും സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെ, അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, രാജാറാം മോഹൻ റോയ്. ജസ്റ്റ് ആ റെഡി മെറ്റീരിയൽ എല്ലാവരും ഒന്ന് വായിക്കുക. രാജാറാം മോഹൻ റോയ്, who joined Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. His campaign against sati pursued Lord William Bentinck, the British Governor General, to abolish sati. He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same.
He strongly believed caste system to be the major sources of disparity in Indian society. He is known as the father of Indian Renaissance. അപ്പോൾ ആദ്യമായിട്ട് 19-ാം നൂറ്റാണ്ടിൽ പരിഷ്കരണ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജാറാം മോഹൻ റോയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചത്. ഇപ്പം പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തിരുന്നു. സതി, ശൈശവവിവാഹം മുതലായവയായിരുന്നു അത്. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് ഇദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ഫലമായിട്ട് സതി നിരോധിച്ചത്. അപ്പം അതുപോലെ തന്നെ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന ഒരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു പൊതുവായ സന്ദേശവും അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇന്ത്യക്കാർക്കിടയിലുള്ള അനൈക്യത്തിൻ്റെ ഉറവിടം ജാതി സമ്പ്രദായമാണ് എന്ന് വിശ്വസിച്ചു. ജാതി സമ്പ്രദായം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാജാറാം മോഹൻ റോയ് ഇടപെട്ടു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയെ അറിയപ്പെട്ടിരുന്നത്. വൺ-വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. നെക്സ്റ്റ് നോക്കിയേ, സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദി ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡൽ വർഷിപ്പ്. To disseminate his ideology, he founded Arya Samaj. He gave the call, go back to the Vedas. അപ്പോൾ ജാതി വ്യവസ്ഥയും അതുപോലെ വിഗ്രഹ ആരാധനയെ എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്നൊരു സംഘടന രൂപീകരിച്ചു. അദ്ദേഹം ആഹ്വാനം ചെയ്തു, വേദങ്ങളിലേക്ക് മടങ്ങുക. അപ്പോൾ ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. 1824 ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നിങ്ങനെ ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ സ്വാമി വിർജാനന്ദയാണ്. 1875 ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചു. ആര്യസമാജത്തിന്റെ ആസ്ഥാനം ബോംബെ ആയിരുന്നു. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യസമാജം. 10 സിദ്ധാന്തങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് ദയാനന്ദ സരസ്വതി അഭിപ്രായപ്പെട്ടു. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ചത് ഹിന്ദി ഭാഷയിലാണ്. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ജോധ്പൂർ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് സ്വാമി ദയാനന്ദ സരസ്വതി മരിക്കുകയും ചെയ്തു. 1883 ദയാനന്ദ സരസ്വതി അന്തരിച്ചത്. നെക്സ്റ്റ് പേജ് നോക്കിയേ, അടുത്ത നവോത്ഥാന നായകൻ ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ condemned caste system and promoted widow remarriage. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. For this purpose, he founded the Satya Shodak Samaj.
അപ്പോൾ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവു ഫുലെ. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ട പ്രാമുഖ്യം നൽകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായി ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. അപ്പോൾ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ്. നെക്സ്റ്റ്, പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ് ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദി അപ്ലിഫ്റ്റ് ഓഫ് വിമൺ. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ദി സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് faced by women and worked tirelessly for women's education and the empowerment of widows. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിത രമാഭായി. അവർ സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടിയ, വിധവകളുടെ ഉന്നമനത്തിന്, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് പണ്ഡിത രമാഭായി. നെക്സ്റ്റ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ led the movement for the spread of modern education among Muslims. He established Muhammadan Anglo-Oriental College at Aligarh that later became the famous Aligarh Muslim University. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് വളരെ പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി പിന്നീട് മാറി. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കപ്പെടുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഈസ് ഗിവൺ ബിലോ. ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബ്രീത്ത് ദി എയർ ഓഫ് ഇന്ത്യ, ഡ്രിങ്ക് ദി വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന. വി ബോത്ത് ഫീഡ് അപ്പോൺ ദി പ്രോഡക്ട്സ് ഓഫ് ദി ഇന്ത്യൻ സോയിൽ. വി ആർ ടുഗദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വിലയേറിയ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റേത്, അല്ലേ? അപ്പം സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫ് എല്ലാം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഓരോ വ്യക്തിയെക്കുറിച്ചും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് ഓരോ വ്യക്തിയെയും കുറിച്ച് നമുക്ക് ഷോർട്ട് നോട്ട് എഴുതണം. നെക്സ്റ്റ് നോക്കിയേ, സ്വാമി വിവേകാനന്ദ. Swami Vivekananda fought against the caste inequalities and promoted education among women. He gave emphasis to the universal brotherhood and remarked, "Forever on motherland, a junction of the two great systems, Hinduism and Islam, is the only hope." He was the disciple of Sri Ramakrishna Paramahamsa. He founded the Ramakrishna Mission to propagate the teachings of his master. The mission established several educational institutions all over India. He played an important role in awakening the nationalistic feeling and self-respect among Indians. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ കാലത്ത് നിലനിന്നിരുന്ന ജാതീയപരമായ ഉച്ചനീചത്വങ്ങളെ എതിർത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം വിശ്വസാഹോദര്യമായിരുന്നു. ആ വിശ്വസാഹോദര്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇതാണ്. അതായത് മഹത്തായ രണ്ട് വ്യവസ്ഥകളായിരുന്നു ഹിന്ദുയിസവും ഇസ്ലാമിസവും. ഈ വ്യവസ്ഥ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷയുമാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു അദ്ദേഹത്തിൻ്റെ, സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ചതാണ്
ശ്രീരാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ. ഈ രാമകൃഷ്ണ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കുകയും നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യക്കാരിൽ, അതായത് നമ്മുടെ രാജ്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്ന ധാരാളം പ്രവർത്തനങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെ നേതൃത്വത്തിൽ നടന്നു. അപ്പം നമ്മൾ എന്താണ് 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ. ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളും ഇവർ സ്ഥാപിച്ച സംഘടനകളും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ടേബിളാക്കി നമുക്ക് പ്രധാനപ്പെട്ട നോട്ട്സ് തയ്യാറാക്കേണ്ടതുണ്ട്. ആ ടേബിളാണ് തൊട്ട് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതികരണം ഒരു ഷോർട്ട് നോട്ടായിട്ട്, ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കുക. മതത്തിന് അതീതമായ സാമൂഹ്യ ബോധം ഉളവാക്കുന്നതിന് നമ്മുടെ നവോത്ഥാന നായകർ വഹിച്ച പങ്ക്, ആ പങ്കിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡ്രാഫ്റ്റ് എ നോട്ട് ഓൺ ദി എവിൾ കസ്റ്റംസ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ, ഡിസ്കസ് ദി റോൾ ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് എ സോഷ്യൽ കോൺഷ്യസ്നെസ് ബിയോണ്ട് ദി റിലീജിയസ് ബൗണ്ടറീസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദി ചേഞ്ചിങ് പീപ്പിൾ. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. All the reformers gave emphasis to the importance of education and established educational institutions. This in turn accelerated the progress of education in India. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. Thus, the social reformers played a major role in awakening the Indians. അപ്പം നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ നായകരും ഇന്ത്യയിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മതത്തിനും ജാതിക്കും അതീതമായി ഒരു മാനവികത, ഹ്യൂമാനിസം ഊന്നിക്കൊണ്ടുള്ള ഒരു സാഹോദര്യം, വിശ്വ സാഹോദര്യത്തിൻ്റെ കാഴ്ചപ്പാട് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അവർ ഊന്നിപ്പറയുകയും പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമാകുകയും ചെയ്തു. സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം നമ്മുടെ ജനതയെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ സ്വന്തം രാജ്യത്തോടുള്ള അഭിമാന ബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തുന്നതിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു വലിയ പങ്കാണ് വഹിച്ചത്. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ദേശീയ ബോധമാണ് അവർ വളർത്തിയത്? എമർജൻസ് ഓഫ് നാഷണലിസം, ദി ഡിഫറൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദെയർ ലീഡേഴ്സ് whom we discussed instilled a new spirit among the Indians. We have also discussed the political and economic conditions of the period in the previous chapter. അപ്പോൾ നമ്മൾ എന്താണ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ നായകന്മാരുടെ പ്രവർത്തനങ്ങളും ഇന്ത്യക്കാരിൽ ഒരു പുതിയ അവബോധം സൃഷ്ടിച്ചു എന്ന് ചർച്ച ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളും സംഘടനകളും വളർത്തിയ സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്നത്. ക്യാൻ യു റീകളക്ട് ദം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ്, ദി ബ്രിട്ടീഷ് കോൺഗേർഡ് പ്രിൻസിലി സ്റ്റേറ്റസ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി. രാഷ്ട്രീയപരമായിട്ട് അവർ ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയപരമായി ഇന്ത്യയെ അവർ ഒറ്റ ഭരണത്തിൻ്റെ കീഴിലാക്കി. ദി എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രിയേറ്റഡ് ആൻ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ഇന്ത്യൻസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം, ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. തേർഡ് പോയിന്റ്, ദി സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ദി ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രോഡ് ദി പീപ്പിൾ ടുഗദർ.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഒപ്പം വ്യാപനം, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ച, ഇത് ബ്രിട്ടീഷുകാരുടെ പുരോഗതി നേടിയ പ്രവർത്തനങ്ങളായിരുന്നു. എന്നിരുന്നാലും അത് നമ്മുടെ ഭാരതത്തിലെ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് സഹായിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ വാർത്താവിനിമയ ഗതാഗത സൗകര്യങ്ങളും നമ്മുടെ ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചത്. ലാസ്റ്റ് പോയിന്റ്, ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ടു suppress the first war of Indian independence created a national consciousness and made people think that they belonged to the same country. നമ്മുടെ ഏറ്റവും വലിയ സമരമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ അവർക്കെതിരെ തിരിക്കുവാനും അതോടൊപ്പം ഒന്നിപ്പിക്കുവാനും നമ്മളെല്ലാവരും ഭാരതീയരാണ്, ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും ഇന്ത്യക്കാരെ സഹായിച്ചു. അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ. അപ്പോൾ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അണ്ടർലൈൻ ചെയ്യുക, എഴുതുക. ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് യൂണിറ്റി among ദി ഇന്ത്യൻസ്. ഇന്ത്യൻ നാഷണലിസം ഈസ് ദി സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. അപ്പോൾ ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്നുള്ള ബോധം ഉളവാക്കാൻ സഹായിച്ച ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഘടകങ്ങൾ മതപരമായും ഭാഷാപരമായും പ്രാദേശികപരമായുള്ള വൈവിധ്യങ്ങൾക്കപ്പുറം നമ്മൾ എല്ലാം ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ്, ഒന്നാണ് എന്നുള്ള ഒരു ബോധം. ആ ബോധമാണ് ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ ഇന്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതപരമായും ഭാഷാപരമായും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾ ധാരാളമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതോടൊപ്പം തന്നെ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്ന ബോധമാണ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയത. അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചും അവരുടെ സംഘടനകളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത്. ഇന്ത്യ ടുവേഡ്സ് എ ന്യൂ ഇറ, നമ്മൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫാൻസൈഡ്, സ്ലേവറി തുടങ്ങിയ അനാചാരങ്ങളെക്കുറിച്ച് പഠിച്ചു. ഈ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തികൾ രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദ. പിന്നെ അവർ രൂപീകരിച്ച ഓർഗനൈസേഷൻസ്, സംഘടനകൾ, അതിൻ്റെ മേജർ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ നാഷണലിസം രൂപം കൊണ്ടതിൻ്റെ പശ്ചാത്തലം അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ യൂണിറ്റ് ഒരല്പം ലെന്തിയായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആയതിനാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഈ യൂണിറ്റ് 3 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക, നോട്ട്സ് ഷോർട്ട് നോട്ടായിട്ട് ഓരോ ലീഡേഴ്സിൻ്റെയും ഓർഗനൈസേഷൻ്റെയും മേജർ ആക്ടിവിറ്റീസും എല്ലാവരും എഴുതുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി.